ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പം ഐ എം സോ ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. എസ്റ്റർഡേ നടന്നൊരു സംഭവമാണ്. ഫൈനലി ഞാൻ ഷാനവാസിക്കായിട്ട് സംസാരിച്ചു എസ്റ്റർഡേ, ആൻഡ് ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ മൊമെൻറ്റ് ഫോർ മീ. ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തെങ്കിലും കാണുമ്പം ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നോട് പറഞ്ഞു തന്നിരുന്നു. പിന്നെ അബൌട്ട് ദ സപ്പോർട്ട്, എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം പറയണമെന്നും പേഴ്സണലി എനിക്കറിയാവുന്നവർ എന്നോട് നേരിട്ട് പറഞ്ഞിരുന്നു എന്തെങ്കിലും കാണുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഞങ്ങളുടെ സൈഡിൽ നിന്നും ചോദിക്കണം എന്നൊക്കെ. പക്ഷേ ഓൾറെഡി ഞാൻ ഫോൺ വിളിച്ചപ്പം ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആയിപ്പോയി. എനിക്ക് ചോദ്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ മനസ്സിലേക്ക് വന്നില്ല. ആൻഡ് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചു, ആൻഡ് ഓൾസോ സം ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ഓൺ സം ടോപ്പിക്സ്, അത് കുറച്ച് ചോദിച്ചു. ഫസ്റ്റ്ലി ഞാൻ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു, ആൻഡ് ഓൾസോ വിശേഷം എന്താണെന്ന് ചോദിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു, ആൻഡ് ഓൾ ഹി റെസ്പോണ്ടഡ് ഇൻ സച്ച് എ ക്യൂട്ട് വേ. ആൻഡ് ആ ഒരു ചിരി ഓൾസോ, നമ്മൾ ബിഗ് ബോസിൽ കാണുന്ന ആ ഒരു ചിരി ഉണ്ടല്ലോ, ആൻഡ് ആ ചിരിയും കൂടെ ഇതെടുത്തപ്പോൾ ഐ എം വെരി എക്സൈറ്റഡ്. സത്യം പറഞ്ഞാൽ മറന്നുപോയി എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്നുള്ളത്. ആൻഡ് എന്നോട് എപ്പോഴും, അതായത് പേഴ്സണലി എന്നെ കാണുമ്പോഴും എന്നെ അടുത്തുള്ള ആൾക്കാരും എൻ്റെ ജോലിയുടെ സ്ഥലത്തുള്ള ആൾക്കാരും എന്നോട് ചോദിക്കാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് എന്തുകൊണ്ടാണ് ആക്റ്റീവ് ആവാത്തതെന്നുള്ളത്, സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് ആക്റ്റീവ് ആവാത്തതെന്നുള്ളത്. അത് ഞാൻ ചോദിച്ചു. ഫസ്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഷാനവാസിക്ക ആക്റ്റീവായി നിൽക്കാത്തത്, കാരണം ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണണം എന്നുണ്ടല്ലോ, അപ്പോൾ എന്താണ് ഷാനവാസിക്ക ആക്റ്റീവ് ആവാത്തതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഷാനവാസിക്ക തന്ന മറുപടി വാസ് വെരി ക്ലിയർ, ക്രിസ്റ്റലായിരുന്നു, ക്ലിയർ ആയിരുന്നു. ഒരു എക്സാമ്പിൾ തൊട്ടാണ് ഷാനവാസിക്ക തുടങ്ങിയത്. ബിക്കോസ് ഒരു ഫിലിമിലുള്ള ആൾക്കാർ അവരെപ്പോഴും അപ്ഡേറ്റഡ് അല്ല. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് മനസ്സിലാവും, അവർ സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അവരെവിടെ പോയി വ്ളോഗ് ചെയ്തുകൊണ്ട് നടക്കുമോ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ ഷാനവാസിക്ക ഇപ്പോൾ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ എന്നൊരു സംഭവത്തിലേക്കാണ് ഷാനവാസിക്കയുടെ ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് പോകുമ്പം നമ്മളൊട്ട് വെച്ചാൽ എല്ലാവരെയും അറിയിച്ചതുകൊണ്ട് പല കാര്യങ്ങളും ഷാനവാസിക്കയുടെ ജീവിതത്തിൽ നടക്കുന്നത് തുറന്ന് കാട്ടിക്കൊണ്ട് പലരെയും തുറന്ന് കാട്ടിക്കൊണ്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പാരിസൺ ചെയ്തുകൊണ്ട് എല്ലാം എന്ന് വെച്ചാൽ ഡേ ടു ഡേ ലൈഫിൽ എന്താ സംഭവിക്കുക എന്നുള്ളൊരു സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട ആവശ്യം ഷാനവാസിക്ക് ഇല്ല. ഓക്കെ, അപ്പം ഒത്തിരി ഫുള്ളായിട്ട് ആക്റ്റീവ് ആവേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, ഷാനവാസിക്ക പറഞ്ഞ വേറൊരു കാര്യം, എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാലും എന്താ പറയുക ആൾക്കാർക്ക് മടുപ്പ് ഫീൽ ചെയ്യും എന്നുള്ള കാര്യം ഷാനവാസിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഐ എം വെരി എക്സൈറ്റഡ്. ആൻഡ് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു റിഗാർഡിങ് ഇൻസൈഡ് ദ ബിഗ് ബോസിനകത്ത് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടു. ആൻഡ് ഹി റെസ്പോണ്ടഡ്. എന്നോ കണ്ട് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ, അതേപോലെ എനിക്ക് സംസാരിക്കാൻ പറ്റി. ആൻഡ് വെരി മച്ച് എക്സൈറ്റഡ്. സച്ച് പാവ ഒരു മനുഷ്യനാണ്, പ്യുവർ ജെമ്മാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിക്കയെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ജേർണി തന്നെ ഷാനവാസിക്കയെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതിൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. ബിക്കോസ് എനിക്കെന്തോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അല്ലാതെ അയ്യോ ഞാനങ്ങനെ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞ ഒരു നിമിഷം പോലും എനിക്കങ്ങനെ ഒരു ഗ്രഡ്ജ് ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അപ്പം ഷാനവാസിക്ക പറയുന്ന ഓരോ കാര്യങ്ങളും, ഷാനവാസിക്ക് എല്ലാത്തിനും ഒരു ഉത്തരവുണ്ട്. അല്ലാതെ ഒരു ബബബ അടിക്കലോ പലരുടെയും ഒരു ബബബ അടിക്കലോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിനും ഷാനവാസിക്കയുടേതായിട്ടുള്ളൊരു നിലപാടും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് അബൌട്ട് ദ ബിഗ് ബോസിനെ പറ്റി ചോദിച്ചപ്പോൾ ഷാനവാസിക്ക പറഞ്ഞത് തന്നെയാണ്, ഞാൻ കണ്ടിട്ട് ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഷാനവാസിക്ക ഇറങ്ങിയിട്ട് പോലും ഷാനവാസിക്കയുടെ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. ജസ്റ്റ് റീൽസും കാര്യങ്ങളും മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ എന്നുവെച്ചാൽ അതൊരു എന്താ പറയുക, ഇതുവരെ ആയിട്ടും നേരത്തെ ആയാലും ബിഗ് ബോസിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ കണ്ടതാണ് അബൌട്ട് ദ സീക്രട്ട് ടാസ്ക്, അതിനെപ്പറ്റി ഒന്നും അറിയാതെ ഒരു മനുഷ്യനവിടെ പോയതാണ്. ആൻഡ് ഓൾസോ ഷാനവാസിക്ക പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഷാനവാസിക്ക ഒരു കപ്പ് അടിക്കാൻ വേണ്ടിയിട്ടല്ല ഷാനവാസിക്ക പോയത്. കാരണം ആ ഒരു മൈൻഡേ ഇല്ലായിരുന്നു. കപ്പടിക്കില്ല എന്ന് ഷാനവാസിക്ക അറിയായിരുന്നു എന്ന് ഷാനവാസിക്ക പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഒരു 15 വർഷത്തെ ഒരു ബ്രേക്ക്, അതായത് ആ ഒരു 15 വർഷം ഷാനവാസിക്ക ആക്ടിങ്ങിലുണ്ടായിരുന്നത്. അപ്പം പ്രൊജക്റ്റോ ഒന്നും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോഴാണ് വീണ്ടും ബിഗ് ബോസുകാർ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നത്. എന്നാൽ പിന്നെ ഇതും കൂടെ ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഷാനവാസിക്ക ബിഗ് ബോസിലേക്ക് കയറുന്നത്. ആൻഡ് ഓൾസോ പിന്നെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. ബിക്കോസ് എനിക്ക് എന്നുവെച്ചാൽ സംസാരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എന്താ പറയുക, ഐ എം വെരി എക്സൈറ്റഡ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സംസാരം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ എത്രത്തോളം ഹാപ്പിനെസ് അനുഭവിക്കുന്നുണ്ട് എന്ന്. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, അത്രത്തോളം ഒരു പഞ്ചപാവമാണ്. ആസ് എ പ്യുവർ ജെം
എ ജെനുവിൻ പേഴ്സൺ. ആ ചിരി ആ ചിരിയാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പം അത് പിന്നെ ആരെയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു മനസ്സ്. പക്ഷേ അങ്ങനെ ട്രസ്റ്റ് ചെയ്താലും പണി കിട്ടും. അത് ഷനവാസിക്കും അറിയാം. ഷനവാസിക്കയുടെ ഒരു മെയിൻ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഷനവാസിക്കയോട് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യും ആൾക്കാരെ. അതിന് ഒരുപാട് പണി ഷനവാസിക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഷനവാസിക്ക എന്നോട് പറഞ്ഞു. ആൻഡ് ഓൾസോ ഐ എം വെരി ഹാപ്പി. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ജോബിൻ്റെ ഒരു ട്രാവൽ കാരണം എനിക്ക് ആ ഒരു 21 ഡിസംബറിൽ ഷനവാസിക്കെ കാണാൻ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ അഷ്വർ ചെയ്തിട്ടുണ്ട് എന്തായാലും വേറൊരു ദിവസം എനിക്ക് ഷനവാസിക്കനെ കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം എന്നൊക്കെ ഷനവാസിക്ക എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. ഷനവാസിക്ക എൻ്റെ വീഡിയോസൊക്കെ കണ്ടിരുന്നു, എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. എനിക്കതിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ബിക്കോസ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യാനും ഒക്കെയാണ്. പക്ഷേ ഓൾറെഡി എനിക്ക് ഷനവാസിക്ക നേരത്തെ എനിക്ക് ഷനവാസിക്കയുടെ ഫാൻ തന്നെയാണ്. അബൌട്ട് ദ സീരിയൽസ്, കുങ്കുമപ്പൂവ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് രുദ്രൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓൾസോ സീത, ഇന്ദ്രേട്ടൻ ഓൾസോ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അതിലേ ഞാൻ ഫാനായിരുന്നു. പക്ഷേ ബിഗ് ബോസ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഒരുപാട് എന്താ പറയുക അതിലേക്ക് ഷനവാസിക്ക എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ഐ ആം വെരി ഹാപ്പി. എപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിനെസ്സാണ്. എനിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. സൂപ്പർ എക്സൈറ്റഡ് എന്ന് പറയണോ അതോ എന്താ പറയുക, മച്ച് ഹാപ്പി, അത്ര ഞാൻ പറയുന്നുള്ളൂ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ഒരു 2-3 മാസത്തിനുള്ളിൽ ഇത്രയും 1.7K എന്തൊക്കെ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഓൾസോ ഐ എം വെരി ഹാപ്പി. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും ഷാനുവാസിക്ക അല്ലെ ഷാനൂക്ക എന്ന് പറയുന്ന ഒരാളുടെ ഫാൻ ആവുന്നതിൽ നമുക്ക് അഭിമാനിക്കാം എന്ന് ഞാൻ പറയുന്നു. ബിക്കോസ് സച്ച് എ ജെനുവിൻ പേഴ്സണാണ്. ഒരു കള്ളത്തരവുമില്ലാത്ത ഭയങ്കരമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ഭയങ്കര ചിരിയുള്ള ആ മനുഷ്യൻ്റെ ഫാനായതിൽ നമ്മൾ സത്യം പറഞ്ഞാൽ അഭിമാനിക്കണം. കാരണം ഞാനിപ്പോൾ ലെറ്റ്സ് ചാറ്റിൻ്റെ വീഡിയോ കണ്ടായിരുന്നു. ലെറ്റ്സ് ചാറ്റിനെയും വിളിച്ച് സംസാരിച്ചു എന്നുള്ളത്. ഐ ആം സോ എക്സൈറ്റഡ്. ബിക്കോസ് ഷനവാസിക്കയുടെ ഒപ്പം നിൽക്കുന്നവരെ വിളിച്ച് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഷനവാസിക്കയുടെ വലിയൊരു ക്വാളിറ്റിയാണ്. ഷനവാസിക്കയുടെ ടൈം, ഷനവാസിക്കയുടെ സ്പേസ് ഒക്കെ വെച്ചിട്ടാണ് ഷനവാസിക്ക സംസാരിക്കുന്നത്. സോ മറ്റുള്ളവർക്ക് ഒരു കൺസേൺ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ഒരാളുടെ ലൈഫിൽ ഒരാൾക്ക് മറ്റൊരാൾക്ക് ടൈം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയൊരു കാര്യമാണ്. സോ ആ ടൈം ഷനവാസിക്ക മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം പേഴ്സണലി അറിയാവുന്ന കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. അവരുമായിട്ട് സംസാരിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു ടൈം മെനക്കെടുത്തി ഒരു കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല. സോ ഷനവാസിക്ക ആ ടൈം കണ്ടെത്തി സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ആ ഒരു ജെനുവിനായിട്ടുള്ള പേഴ്സൺ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഞാൻ ഐ എം വെരി പ്രൗഡ് എന്ന് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്കും പ്രൗഡാകാം. ഓക്കെ. അപ്പം ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ചോദ്യങ്ങൾ ചോദിക്കണം എപ്പോഴേലും കാണുമ്പോൾ, 21 ഡിസംബറിൽ പോകുവാണെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനെല്ലാം മറന്നുപോയി. ഷനവാസിക്കയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. കുറച്ച് എന്താ പറയുക, ഒരു വെപ്രാളം ഫീലായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ചോദിക്കേണ്ടതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ചോദിക്കണമായിരുന്നു. പക്ഷേ ഞാനും കുറച്ച് ബിസി ആയിപ്പോയി ആ ടൈമിൽ. അപ്പോൾ അങ്ങനെ ആയിപ്പോയത് കാരണം കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കണമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫാമിലിയെ പറ്റി ചോദിച്ചു. അബൌട്ട് ദ ഹെൽത്ത് ആയിരുന്നു അറിയേണ്ടത്. ഹെൽത്ത് നല്ല രീതിയിൽ പോകുന്നു, സുഖമായിട്ടിരിക്കുന്നു, വീട്ടിൽ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എനിവേ ഐ എം വെരി ഹാപ്പി. അപ്പം നിങ്ങൾക്കും എന്താ പറയുക, നിങ്ങളും പ്രൗഡാണ് സച്ച് എ ജെനുവിനായിട്ടുള്ള പേഴ്സൻ്റെ ഫാൻ ആയതിൽ. എന്നും കൂടെ കാണണം എന്ന് ഷനവാസിക്കയ്ക്ക് ബോധ്യമുണ്ട് എല്ലാവരും. അപ്പം അങ്ങനെ മതി, ആ ഒരു ബോധ്യം മതി. കാരണം ചുമ്മാ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം PR പോലത്തെ ആൾക്കാരല്ലല്ലോ, ജെനുവിനായിട്ട് വന്ന ഫാൻസ് അല്ലേ. അപ്പം എന്തായാലും കൂടെ കാണുമെന്ന് ഷനവാസിക്ക് നല്ല പോയിട്ട് അറിയാം. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പം നമുക്കെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കാം ഇനിയും. അപ്പം ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഷനവാസിക്കയെ കാണുമെങ്കിൽ ഷനവാസിക്കയോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ്
എത്രത്തോളം ഷാനവാസിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഓൾസോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ആൻഡ് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ സെക്കൻഡ് ചാനലായ ജെം അൺഫിൽറ്റേർഡും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അതൊന്ന് പിൻ ചെയ്ത് കമൻറ്റിൽ വെച്ചേക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ വീഡിയോസ്, പേഴ്സണൽ വീഡിയോസിനെ ഇടുന്നതായിരിക്കും. എന്നെങ്കിലും ഷാനവാസിനെ മീറ്റ് ചെയ്യുന്ന വീഡിയോസും അതിൽ ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. ബൈ.